ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു ലോങ് ഗ്യാപ്പിന് ശേഷം, എനിക്ക് തോന്നുന്നു നവംബറിൽ വിയറ്റ്നാം ട്രിപ്പ് പോയതിന് ശേഷം അത് കഴിഞ്ഞൊരു 6 മാസം ആയിട്ടാണ് വീഡിയോ ഇട്ടത്. ഇപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. ഇത് വേറെ എവിടെയല്ല. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കണ്ട മനസ്സിലാവില്ലായിരിക്കും. ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേറെ എവിടെയല്ല, നമ്മളിപ്പോൾ ഗ്രീസിലാണ്. ഗ്രീസിലെ സാൻച്വറിയിൽ വന്നിരിക്കുകയാണ്. ചന്ദുസ ഹായ്. അപ്പോൾ നമ്മളിനി ഇവിടെ ഇപ്പോൾ ഇതിലൊക്കെ ഭയങ്കര തണുപ്പും കാര്യങ്ങളായിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പ്രോപ്പറായിട്ട്. ഇന്നാണ് അത്യാവശ്യം സണ്ണൊക്കെ വന്നിരിക്കുന്നുണ്ട്. നന്നായിട്ട് സണ്ണടിക്കുന്നുണ്ട്. സണ്ണിവിടെ കാണിച്ചു തരാം. നല്ല രീതിക്ക് സണ്ണുണ്ട്. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ചുമ്മാ നടന്ന് പോയി ലഞ്ച് കഴിക്കണം. പിന്നെ ചുറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെന്താ, ഷോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷോപ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളിനി ഷോപ്പ് ചെയ്യാൻ പോട്ടെ. ഒടുക്കത്തെ വെയിൽ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു വന്നത്. അവിടെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് ഫോട്ടോ ഒക്കെ ചിരിക്കാൻ പോലും പറ്റുന്നില്ല, കണ്ണുറക്കാൻ പറ്റുന്നില്ല. സോ അപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ ആൾക്കാർ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. പക്ഷെ അവിടെ നമ്മളെ കണ്ടപ്പോൾ പോയി. സോ നമുക്ക് ആ സ്ഥലം ഫ്രീ ആയി കിട്ടിയിരിക്കുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാം. വെയിലിന് ആശ്വാസം കിട്ടാൻ വേണ്ടി തൊപ്പി, മഞ്ഞ തൊപ്പി, മഞ്ഞൊടുപ്പ്. ചെന്ത് ഫ്രണ്ട് പോകുന്നുണ്ട്. സോ വന്ന് നമ്മൾ ഇന്നലെ ഒരു ഡിന്നർ കഴിക്കാൻ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടായിരുന്നു. അതേപോലത്തെ വേറെ റെസ്റ്റോറൻറ്റും കൂടി ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എക്സ്പ്ലോറേഷൻ ബിഗിൻസ്. ഐസ്ക്രീം ലഞ്ചിന് ശേഷം. ജലാറ്റോ. ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ മൊത്തം. ഇന്ന് സണ്ണ് വന്നപ്പോൾ ഇവിടെ തന്നെ പോയി നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, കുറേ ജ്വല്ലറി കടകളുണ്ട്. കുട്ടി കുട്ടി ഗിഫ്റ്റ് ഷോപ്സ്. ഇത്ര ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. ഇന്നലെയൊക്കെ ഇവിടെ ഫുൾ സ്ലിപ്പ് ആവുമായിരുന്നു. സേഫാണ്. പുതിയ സ്ഥലം കണ്ടുപിടിച്ച് ഫുള്ളി സ്ട്രീറ്റിലൂടെ ഫുൾ ഷോപ്പിംഗ് സംഭവങ്ങളാണ്. മുകളിലുള്ള വ്യൂ കാണിച്ചില്ല. ഇതേപോലെ ഈ ബൊഗെയിൻവില്ലേയും ഭയങ്കര കോമണാണ് ഇവിടെ. അത് കാണിച്ചില്ല. ചന്ത
നീ ഗ്രീക്ക് ഫുഡിന്റെ ഫാനായോ? യെസ്. സോ ഷവർമ ഇഷ്ടമുള്ളവർക്ക്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവർമ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഗ്രീക്ക് ഫുഡ് ഇഷ്ടപ്പെടും. അവിടെ മെയിൻ ഒരു ഡിഷ് എന്ന് പറയുന്നത് ഈ ഗൈറോസ് എന്ന് പറഞ്ഞ സംഭവം ഷവർമ പോലെ ഇരിക്കും. അപ്പം അതിന് തന്നെ പല പല വേർഷൻ ഉണ്ട്. ഗൈറോസ് ഉണ്ട്, സ്ലോവാക്യ ഉണ്ട്. അതായത് ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ്റെ കട്ട്, ഷവർമ കട്ട് പോലെയാണ് തരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ലൈസ് എടുക്കില്ലേ, അതാണെങ്കിൽ ഗൈറോസ്. അല്ല നോർമൽ കട്ടാണെന്നുണ്ടെങ്കിൽ അത് സ്ലോവാക്യ ആയിരിക്കും. ഈ തന്തൂരിക്ക് കൊടുക്കും. തന്തൂരി അല്ല, ടിക്കൊക്കെ കൊടുക്കണം അപ്പോഴത്തെ കട്ടാണെങ്കിൽ. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ സ്ഥലത്തെത്തി. ഇനി ഫുഡ് ഓർഡർ ചെയ്യാം. 5000 രൂപയാവും രണ്ടാൾക്ക് കഴിക്കാൻ. ഗൈറോസ്, ഇതിന്റെ ഗൈറോസ് 12 യൂറോ ആണ് ഇവിടെ. ഏതാ? സീ ഫുഡ് റിസോർട്ടോ പ്രൈസ് ഉണ്ടാവും. ഓർഡർ ചെയ്തേ. എനിക്കോ? എന്റെ വേറെ ഐറ്റം, എന്റെ ഐറ്റം വേറെ ഓർഡർ ചെയ്യാനുണ്ട്. അത് നോക്കണ്ടി വരും. നമ്മുടെ ഫുഡ് വന്ന് ഫാവയാണോ ഫാവ എന്തോ ഒരു ബീൻസ് വെച്ചുണ്ടാക്കുന്ന പേസ്റ്റാണ്. ചന്ത കഴിക്കുന്നത് എന്താണ് പറ എന്താ കഴിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് മീറ്റ് ഉണ്ടായിരിക്കും, ചുക്ക ബ്രെഡ് ഉണ്ടാവും, പിന്നെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആൻഡ് മയോണൈസ്. ഫുഡ് കഴിക്കണം. എനിക്ക് കാലിയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണം. അയ്യോ, അതിനകത്തൊന്നും ഇല്ലല്ലോ. സോസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ഫാവ ബേസിക്കലി ബീൻസ് പേസ്റ്റ് ആണ്. ഓക്കെ, സോ ഇതെന്തോ ഒരു സംതിങ് സ്വീറ്റ് തിങ്. കാരമലൈസ്ഡ് ഓണിയൻ. നൈസ്. കുറച്ച് മയോ മയ അല്ലേ ഇത്? എൻ്റെ പ്ലേറ്റ് കാലിയായി. ചന്തുവിൻ്റെ പ്ലേറ്റേ ഇല്ല, അതോടൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ച് ചൂടുവെള്ളം കുടിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും. ഫ്രൂട്ട് സലാഡിന് 4 യൂറോ മേലെ. പഴം എവിടെ വില? പഴത്തിന് എത്ര രൂപ? 2.45. 255. നാട്ടിൽ 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 250. വാങ്ങ. ഫ്രൂട്ട്സ്, ഗ്രേപ്സ് വേണോ? ഗ്രേപ്സ് €4. കോൺഫ്ലെക്സിന് 3.7 യൂറോ. അതായത് നാട്ടിൽ ഒരു 400 രൂപ വരും. ക്രോസൻസ് കണ്ടോ? അവിടെ കണ്ട് നമ്മൾ 2 പോയിന്റ് സംതിങ് എന്തോ വാങ്ങി. ഇവിടെ 1.5 യൂറോ. ആക്ച്വലി ലെസ് ചെയ്യാം. ഡ്രിങ്ക്സ്, ചിപ്സിന് എത്ര രൂപയ്ക്ക് വാങ്ങി? കപ്പലിന് 1.6 യൂറോ. അവിടെ എത്ര രൂപയ്ക്ക് വാങ്ങിയത്? 3 യൂറോ. ഇറ്റ്സ് ഡബിൾ. സെയിം ആ സ്റ്റാർട്ട്. റെഡ് വൈൻ, സാൻഡോ വൈൻസ്. പ്രൈസ് എവിടെ എഴുതിയിരിക്കണം? 23 യൂറോ. അത് 2500 രൂപ. 200 നാട്ടത്തെ പൈസ.
ക്രീം വേണ്ട നിനക്ക്? ഹെയർ ക്രീം അതായിരിക്കണം. പാൻറ്റീൻ്റെ ഇതാണോ? കെരാട്ടിൻ മാസ്കാ. എനിക്ക് ഇങ്ങനെ റേറ്റ് വരുന്നത്. പാൻറ്റീനൊക്കെ എന്താ റേറ്റ് വരുന്നത്? €7. ഓ ദാറ്റ്സ് ആക്ച്വലി $700. It's not cheap. ഇതാ നോക്കാം. ഇത് ഹെയർ €8. ഹെയർ സ്പ്രേ കുറച്ച് ചീപ്പാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി €3, €4 വരും. എന്താ എഴുതിയിരിക്കണം ഒന്നും മനസ്സിലാവില്ല. പൈസ ഉണ്ടോ അവിടെ? എത്ര രൂപയാണ്? പറഞ്ഞേ വേണോ? ചോക്ലേറ്റ് വേണോ? നല്ല വെയിൽ വീണ്ടും വന്നു. നമ്മൾ നടന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പം തിരിച്ച് ഹോട്ടലിലെത്തിരിക്കാം. സോ ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. ഇപ്പുറത്ത് കൺട്ര വ്യൂസ് ഉണ്ട്. ഇവിടെ പോയി ഇനി നമുക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓയിലിട്ട് പോകാനുള്ള പ്ലാനാണ്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഈയാണോ ഒയ്യാണോ അറിയില്ല. ഇല്ല ഈയ. നടന്നോ? എല്ലാം സെയിം തന്നെ. ബ്ലൂ ഡോം കാണാൻ പോകണം. ഈ ഡോമല്ലേ ഡോം? ആ അതന്നെ അപ്പറയുണ്ട്. ഓക്കെ കാണാൻ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സൺസെറ്റ് ഉണ്ടല്ലോ.
This is the line for the blue. കുറെ ഫോട്ടോ ഒക്കെ എടുത്തു നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ ഡാമിൻ്റെ പിക്ക് ഈ ആൾക്കാർ വരുന്നത് ഈ ബ്ലൂ ഡാമിൻ്റെ പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇനി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും അവിടെ ഉണ്ട് നോക്കേണ്ടില്ല. Todos para palaçando de matos de vale. Se virasse a vez o minha, já vou dizer, vai contra que a dragão, já viro de soreia. It's not working. സൺസെറ്റ് ചെയ്യുന്നതൊക്കെ മേടിച്ച് പോകണം. അതായി അതായി ഒരു തടസ്സമുണ്ട് ഇതിന്. ലൂസാ ഇത് പക്ഷേ സ്മൂത്താ. ദിസ് ഇസ് സ്മോളർ ആക്ച്വലി. തൂക്കിയിടുന്ന നീ കാര്യം ഇത്രയുണ്ട് പെരുന്നാങ്ങാട്ട്. എനിക്ക് ഹാനിയ ഇഷ്ടം. പൈസ കൊടുക്കും. നമ്മൾ വേറെ ചോദിച്ചില്ല.
€6. ചോക്ലേറ്റ് ഉണ്ട്, ഹണിയുണ്ട്. ഹണി എന്റേതാണ്. ഹണിക്ക് ടേസ്റ്റ് ഇല്ല, മറ്റു ചോക്ലേറ്റിനാണ് ടേസ്റ്റ്. അപ്പൊ പിന്നെ വെച്ചോ, ഞാൻ ഹണി തിന്നോണ്ട്. ഫ്രൈഡ് ആണ്, ക്രിസ്പി തോയത്തോടെ ചൂടില്ല. എഗ്രി മൂത്തോട് ചെല്ലും. കഴിക്കണം, ഇത്രയും നമ്മൾ തീർക്കണം എന്ന് പറഞ്ഞ് അവസാനം ബാക്കിയുള്ള ഈ രണ്ടെണ്ണം ഇങ്ങനെ ഇനി ഒരു അവസാനം ബാക്കിയുള്ള രണ്ടെണ്ണം. ആ മുഖം ഒന്ന് കാണിക്കൂ. അയ്യോ, ആ മുഖം ഒന്ന് കാണട്ടെ. തീർക്കാൻ വേണ്ടിയില്ല, തീർക്കാൻ വേണ്ടി. ഇത് ലാസ്റ്റ്. Poi oneroso poi. Nero me lo dava atrás ya prima. കണ്ട് കണ്ടേ അത്. ആ Sunset is pretty. Santorini. എന്ത് വാ. ഹലോ ഗൈസ്, നമ്മൾ ഈയെ പോയി തിരിച്ച് ഫിറയിലെത്തി. നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലം കാണിക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നോക്കണേ, കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിങ്ങനെ കാണിക്കാം. ബാക്ക് ക്യാമറ. ഇതാണ് നമ്മുടെ ഹോട്ടലിനുള്ള വ്യൂ. റിമോട്ടുള്ള വഴിയാണിത്. ഫിറ ആ ഓ ഈയനേക്കാൾ ആ ഈയ ഫേമസ് ആയത്. ഓക്കെ, അപ്പൊ പണ്ട് ഫിറ ആയിരുന്നുണ്ടായിരുന്നുള്ളൂ. നോക്കുവാണെങ്കിൽ തന്നെ നമ്മളിവിടെ താമസിക്കുന്നത് ലുക്കസ് ഹോട്ടൽ, ലുക്കസ് ഓൺ ദ ക്ലിഫ്. നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനാണ് താഴെ ഇങ്ങനെ കാണും. നമ്മൾ താഴത്തോട്ട് പോകണം നമ്മുടെ റൂമിലോട്ട്. ഇതാണ് അവിടുത്തെ റിസപ്ഷൻ. ഇനി ഇവിടുന്ന് താഴത്തോട്ട് ഇറങ്ങി പോകണം. ഇത് ബാൽക്കണി പോലത്തെ സംഭവം. ഓ അപ്പോൾ നമ്മൾ ഫൈനലി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഹോട്ടലിൽ ഇതാണ് നമ്മൾ പറഞ്ഞത് ഹോട്ടലത്തെ വ്യൂ, കൽഡേറ വ്യൂ. സോ ഇനി നാളെ നമ്മൾ ഇവിടുന്ന് പോകും. ഉച്ചയ്ക്ക് ശേഷം ക്രെട്ടെ എന്ന് പറഞ്ഞൊരു ഐലൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ മൊത്തം എൻഡ് ചെയ്യുന്നുള്ള ഈ വീഡിയോയുടെ ലെങ്ത്ത് നോക്കിയിട്ട് തീരുമാനിക്കുക ഇപ്പം എൻഡ് ചെയ്യണോ അല്ലെങ്കിൽ നാളത്തെയും കൂടി പാർട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് എൻഡ് ചെയ്യാന്നുള്ളത്. എനിവേസ് ഇന്നത്തേക്ക് എന്തായാലും വിടാം. സോ ഗുഡ് നൈറ്റ് ഗൈസ്, ആൻഡിൽ ദെൻ ബൈ.